മനുഷ്യ ഒരു പുതിയ ബിസിനസ് തന്ത്രം എന്ന പോലെ ഒരു രീതി അല്ലെങ്കിൽ ഒരു സമ്പ്രദായം വളർന്നു വരികയാണ്. അതായത് ഡിവോഴ്സിലൂടെ ആ രീതി. അത് ഞാൻ എല്ലാ ആൾക്കാരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇതൊരു ട്രെൻഡായി മാറുന്നൊരു അവസ്ഥ. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ഈ ഒരു രീതി പിന്തുടർന്നു വരുന്നു. അതായത് വിവാഹമോചനത്തിലൂടെ വലിയ രീതിയിലുള്ളൊരു ജീവനാംശം എന്ന രീതിയിൽ വലിയ സംഖ്യ ഏറ്റെടുക്കുക. അതായത് ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ ഏകദേശം കൈക്കലാക്കുക. അപ്പോൾ അങ്ങനെ ഒരു രീതി വരുന്നു. അതിനെ വിമർശിച്ച് ഇപ്പോൾ ആളുകൾ വരുന്നുണ്ട്. അതായത് നേരത്തെ പറയുന്നുണ്ട് ഭാര്യയ്ക്ക് തുല്യാവകാശമുണ്ട്, അല്ലെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതൊക്കെ സമ്പ്രദായം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും ആ ഒരു രീതി ഇപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് വന്നൊരു വിധിയാണ്. അതായത് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് അവർ ജീവനാംശമായി ചോദിച്ചത് 12 കോടി രൂപയും ഫ്ലാറ്റും BMW കാറും വേണമെന്നാണ് ഡിമാൻഡ് ചെയ്യുകയാണ്. കോടതിയിലടുത്ത് അവർ പറഞ്ഞ കാര്യമാണ്, ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ പിതാവിൻ്റെ സ്വത്തിൽ നിന്ന് ഇത്രയും രൂപ തരണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് ഒറ്റയടിച്ച് ഇങ്ങനെ പറയുന്ന അവരുടെ മാനസികാവസ്ഥ. അപ്പോൾ കോടതി തന്നെ അതിനകത്ത് കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്തി. അതായത് 4 കോടി രൂപ ഓൾറെഡി അവർ പറഞ്ഞു ജീവനാംശമേ, പക്ഷെ അത് പോരാതെയാണ് ഇവർ ഇങ്ങനെ വാദിക്കുന്നത് ഇത്രയും രൂപ വേണമെന്ന്. അപ്പോൾ കോടതി തിരിച്ച് ചോദിക്കണം, നിങ്ങൾ വിദ്യാസമ്പന്നയല്ലേ, നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ യാചിച്ച് ഇത്രയും പണം വാങ്ങുന്നത്, നിങ്ങൾക്ക് അധ്വാനിച്ച് ജീവിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. അത് ചരിത്രപരമായിട്ടൊരു ചോദ്യമായിട്ട് തോന്നുന്നത്. അതായത് ഇവിടെ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വത്തിനോ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയൊന്നും അല്ലെങ്കിൽ സംസാരിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു കാര്യം സത്യം പറഞ്ഞാൽ അത് നേരത്തെ പറയാം, ഗവായി എടുത്ത്, അതായത് ജഡ്ജി ഗവായി എടുത്തൊരു തീരുമാനം ചരിത്രപരമാണെന്ന് തന്നെ പറയാം. നമ്മൾ ഒരുപാട് ചട്ടക്കൂടുകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം, അത് ഒരുപാട് ഇപ്പം നമ്മൾ സമത്വം പറയുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയായി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതിനെ കണക്കാക്കേണ്ടതില്ല. ഈ സോക്കോൾഡ് തീവ്ര ഫെമിനിസ്റ്റുകളൊന്നും ഈ വിധി കെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 പോസ്റ്റ് വരേണ്ട സമയം കഴിഞ്ഞു. ചിലത്തെ അതായത് ഒരു സ്ത്രീ എന്നായാലും പുരുഷനെന്നായാലും നമുക്ക് വ്യത്യാസങ്ങളുണ്ട് സമൂഹത്തിൽ. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു സ്ത്രീക്ക് ആ ഡിവോഴ്സ് ആയാലും ജീവിക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു സ്ത്രീക്ക് സ്വന്തമായി അധ്വാനിച്ച് അവൾ ഇനി പണം കണ്ടെത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് കയ്യിൽ വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. നമ്മളുടെയൊക്കെ അറിയാം, കുറച്ചുകൂടി എന്താ പറയുക, സ്ത്രീ ഓറിയൻറ്റഡ് അല്ലെ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഈ അലിമണി അടക്കമുള്ള ജീവനാംശം അടക്കമുള്ള പ്രൊസീജിയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലോയുടെ ഭാഗമായി വരുന്നത്. അതിന് ഗുണവുമുണ്ട്, പക്ഷെ അത് മുതലാക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ മനം നൊന്ന് ആത്മഹത്യ ചെയ്ത ആളുകളുടെ വിവരങ്ങളൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. ഇവിടെ നോക്കൂ, ഇത് ഒരു MBA കാരിയാണ് ഈ ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല 18 മാസം മാത്രമായിരുന്നുള്ള വിവാഹത്തിൻ്റെ ബന്ധത്തിലുണ്ടായിരുന്നത്. അവരൊരു IT പ്രൊഫഷണലാണ്, അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് നാട്ടിലൊരു ഫ്ലാറ്റ് ഉണ്ട്, അതിൽ നിന്ന് വരുമാനമുണ്ട്. അതൊക്കെ പോരാഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ജീവനാംശത്തിന് വേണ്ടി ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് അവർ വാങ്ങാൻ വിചാരിച്ചതും കോടതിയെ സമീപിച്ചതും. ഞാൻ അടക്കമുള്ള പെൺവർഗത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ജീവിക്കാൻ നിങ്ങളിപ്പോൾ പല ഘട്ടങ്ങളിൽ സ്ത്രീധനം മേടിച്ചുകൊണ്ട് അത് പുരുഷൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഡിവോഴ്സിൻ്റെ ഘട്ടത്തിൽ ആദ്യം തന്നെ കൊടുക്കാൻ പാടില്ല. ഡിവോഴ്സിൻ്റെ ഘട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് സ്വന്തം കയ്യിലേക്ക് തിരിച്ചു മേടിച്ചുകൊണ്ട് താനായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ വീട്ടിൽ, ഇപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ മാരേജ് 10 വർഷത്തോളം വീട്ടിൽ താമസിക്കുന്നു. അതിനുശേഷം ഏറ്റവും ഭീകരമായ എന്താ പറയുക ഡൊമസ്റ്റിക് വയലൻസിനൊക്കെ ശേഷവും പുള്ളിക്കാരി ഒരു പ്രൊഫഷണലാണ്. അവർക്ക് നന്നായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നില്ല. അപ്പോൾ അവർ ആകെ ചെയ്തത് കുറച്ച് പണം അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായൊക്കെ അവിടെ ചിലവാക്കിയിരുന്നു. അത് തിരിച്ചു ചോദിക്കുകയും മാത്രം ചെയ്തിട്ട് അതും ലഭിച്ചില്ല. വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ അലിമണിക്കായിട്ട് കോടതി സമീപിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും പോകാതെ എനിക്ക് ഇനിയും ജീവിക്കാനും എൻ്റെ കൈയും കാലും എനിക്ക് ആരോഗ്യത്തോടു കൂടിയുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ 10 പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് ചെയ്ത് പോന്നിരുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഈ മുതലെടുക്കുന്ന ആളുകളുമുണ്ട്, അല്ലാത്ത പെണ്ണുങ്ങളും ധാരാളമായുണ്ട്. അപ്പം മ്യൂച്വൽ ഡിവോഴ്സ് അടക്കമുള്ള രീതിയിലേക്ക് പോകുന്നവരും കൂടുതലായുണ്ട്. പക്ഷെ പല ഘട്ടങ്ങളിലും സ്ത്രീകൾ ഇങ്ങനെ ജീവനാംശം വേണം എന്ന് പറയുന്ന സത്യത്തിൽ ഒരു ഇനീക്വാലിറ്റി ആയിട്ടാണ് ഞാൻ കാണുക. പക്ഷേ അവർക്കൊരു സാഹചര്യം വേണം. ശരത്ത് ഇതിന് വലിയൊരു വശമാണ്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഇരുന്നിട്ട് ഇത് പറയുമ്പോൾ ഓക്കെയാണ്. പക്ഷേ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയി ചെന്നാൽ ഡിവോഴ്സ് എന്ന് പറയാൻ പോലും പറ്റില്ല, പിന്നെയാണ് അലിമണിയുടെ കാര്യം. അതുകൊണ്ട് മുതലെടുക്കുന്നവരുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷേ സ്വന്തമായി അധ്വാനിക്കാനും പണവുമുള്ള ഒരു സ്ത്രീയും ഒരു അലിമണിക്ക് വേണ്ടി പോകാനേ പാടില്ല. നാണക്കേടാണെന്ന് വിചാരിക്കുന്നില്ല. നമ്മൾ ബന്ധം വിച്ഛേദിക്കുന്നത് പൂർണ്ണമായിട്ടുമാണ്. പിന്നെ ഈ മാസാമാസം പണം അതൊക്കെ മോശമാണോ? എന്തെങ്കിലും തരത്തിൽ കുട്ടികളുണ്ടെങ്കിൽ തന്നെ ആ കുട്ടികളുടെ മേലൊരു ലീഗൽ ഗാർഡിയൻ ഒരാൾ ഉണ്ടാവും. എന്തായാലും അവർക്ക് വേണ്ടുന്ന ഇത്ര രൂപ വെച്ച് മാസം കൊടുത്താൽ മതി എന്നുള്ളൊരു കോൺട്രാക്റ്റിലൊക്കെ പോകാന്നുള്ളതിനേക്കാൾ ഉപരിയായി പിന്നീട് വിവാഹബന്ധമില്ലാത്ത ഒരാൾക്ക് മറ്റൊരാൾ ചെലവിന് കൊടുക്കണം എന്ന് പറയുന്നതും അതൊരു മോശമാണ്. അത് അംഗീകരിക്കാൻ സാധിക്കില്ല. അതെ, ഈക്വലായിട്ട് വരുന്നത് കുഴപ്പമില്ല. ഇപ്പോൾ ഒരു കുട്ടിയുടെ കാര്യമാണെങ്കിലും രണ്ടുപേരും തുല്യമായിട്ടുള്ള രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. മാത്രമല്ല അവിടെ നിന്നാണ് ഈ ഒരു സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് വാദിക്കുന്നവർ അവിടെ നിന്ന് കുറച്ചൊന്ന് പിന്നോട്ട് പോകും. അവിടെ പുരുഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം,
അല്ലെങ്കിൽ ഇത് ചെയ്യണം. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വാക്ക് കൊണ്ട് മാത്രം വേണമെങ്കിൽ സ്ത്രീക്ക് ഇപ്പോൾ പുരുഷനെതിരെ പറഞ്ഞാൽ പോലും ഇത് കൊടുക്കേണ്ട ഒരു അവസ്ഥയുള്ള രാജ്യമാണ്. അതായത് നിയമമുള്ള ഒരു രാജ്യം കൂടിയാണ് നമ്മുടേത്. നമ്മൾ കല്യാണത്തിന് ശേഷം നടക്കുന്നത് ഇപ്പം ഡിവോഴ്സുകൾ അതിവേഗത്തിൽ നടക്കുന്ന സമയമുണ്ട്. മാത്രമല്ല പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ പറയുന്നത് പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെ കല്യാണ മാർക്കറ്റിൽ മാർക്കറ്റ് അങ്ങനെ പറയുന്നവരാണ്. അത് ബ്രോക്കർമാരുടെ ലാംഗ്വേജ് ആണത്. പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെ മാർക്കറ്റ് ഉണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് രണ്ടാം വിവാഹം എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പെൺകുട്ടികൾക്ക് ഇപ്പോൾ കുറച്ചുകൂടെ ഇതുണ്ട്. അവർക്ക് അവരുടെ പ്രായം അതുപോലെ തന്നെ അവരുടെ ജോലി അനുസരിച്ച് വരുന്നവരുണ്ട്. പിന്നെയുള്ള കാര്യം നേരത്തെയുള്ള സമ്പ്രദായമാണ് ഈ സ്ത്രീധനം വാങ്ങുന്നതിന് പകരമായിട്ടായിരിക്കും ഇത് ചിലപ്പോൾ ജീവനാംശം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കാര്യം. പക്ഷെ അതിലൊക്കെ മാറി നിന്ന് ഇപ്പോൾ സ്ത്രീധനം എന്നത് ഇപ്പോൾ നിയമവ്യവസ്ഥയിൽ പോലും പൂർണ്ണമായിട്ട് അത് മാറ്റി നിർത്തപ്പെട്ട ഒരു കാര്യമാണ്. അതൊക്കെ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ സിനിമകളിലൂടെ എല്ലാം കണ്ടത് ഈ ഒരു ജീവനാംശം നൽകി തകർന്നു പോയ ആത്മഹത്യ ചെയ്ത പോയ കുടുംബങ്ങൾ വരെയുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നേരത്തെ പറയുന്നത് ഏകദേശം 1 ലക്ഷത്തിലേറെ പുരുഷ ആത്മഹത്യകൾ വരെ ഈ ഒരു വിഷയത്തിൽ നടക്കുന്നുണ്ടെന്ന് വരെ ചർച്ചകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ കോടതി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കോടതിയിൽ എപ്പോഴും ഒരു സമത്വം വരുന്നില്ല, കോടതിയിൽ പോയാൽ സ്ത്രീകൾക്കായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ കാലം മാറി. അല്ല, ഞാൻ അധ്വാനിച്ച് ജീവിക്കാൻ ശേഷിയുള്ളത് ഞാൻ കൂലിപ്പണിക്കാണെങ്കിൽ പോലും ഇറങ്ങി പോകുന്ന സ്വന്തം ആത്മാഭിമാനം കാത്തു സൂക്ഷിച്ച് ജീവിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് ഒഴിയുക എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ ബന്ധവുമായി യാതൊരു ബന്ധവും ഇല്ലെന്നാണല്ലോ. ആ കോൺട്രാക്റ്റിൽ നിങ്ങൾ ഒഴിവായിരിക്കുന്നു. പിന്നീട് പലപ്പോഴും ക്ലെയിം ചെയ്യുന്നത് ഹസ്ബൻഡ് അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡിന്റെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിനെയൊക്കെ ആയിരിക്കും ഇവർ ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെ ഒരു പൂർവിക സ്വത്തിൽ ക്ലെയിം ചെയ്യാൻ എന്താണ് ഇവർക്ക് റൈറ്റ്? സത്യം പറഞ്ഞാൽ അവർക്ക് പോലും മകന് പോലും ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഭർത്താവിന് പോലും ചിലപ്പോൾ അറിയില്ല. അവരുടെ അച്ഛനും പേഴ്സണലി ഒരു അക്വയർ ചെയ്ത ലാൻഡ് പ്രോപ്പർട്ടിക്കാണെങ്കിൽ ഇപ്പം ശരത്തിനൊരു മകൻ ഉണ്ടെങ്കിൽ ശരത്ത് പേഴ്സണലി ഇപ്പം എന്താ പറയുക ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി അല്ല ശരത്തിന്റെ കയ്യിലുള്ളത്. ശരത്ത് സ്വന്തമായി മേടിച്ചാണെങ്കിൽ ശരത്തിനൊരു മകനോ മകളോ ഉണ്ടെങ്കിൽ അവർക്ക് ശരത്തിന്റെ ലാൻഡിനെ ക്ലെയിം ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അത് ഓരോരുത്തരും വ്യക്തി എന്ന നിലയിൽ ഉണ്ടാകണം. മാത്രമല്ല ഡിവോഴ്സിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഡിവോഴ്സിലേക്ക് പോകാൻ. അതിന് ആദ്യം എന്ത് ചെയ്യണം? സ്വന്തമായിട്ടൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതല്ല. ഞങ്ങൾക്ക് ജീവിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ സൊസൈറ്റി മാറണം, പെണ്ണുങ്ങളും മാറണം എന്നുള്ളതാണ്.